വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉരുളെടുത്തത് മനുഷ്യനെയും മണ്ണിനെയും മാത്രമല്ല, മനുഷ്യ മനസ്സുകളെ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പുനരധിവാസം എന്നത് മനുഷ്യ മനസ്സുകൾക്കും ആവശ്യമാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നിങ്ങളെല്ലാവരും ഈ വാക്ക് കേട്ടിരിക്കും, PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. എന്താണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ? ഇതിനെ മലയാളത്തിൽ ആഘാതാനന്തര മാനസിക സംഘർഷ വ്യാധി എന്നൊക്കെ നമുക്ക് പരിഭാഷപ്പെടുത്താം. ഒരു കടുത്ത മാനസികാഘാതം, അത് പ്രകൃതി ദുരന്തങ്ങളാവട്ടെ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാവട്ടെ, കടുത്ത ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാവട്ടെ, ശാരീരികമോ മാനസികമോ ആയ പീഡനത്തിന് ശേഷമുള്ളതാവട്ടെ, എന്തുമാകാം, കടുത്ത മാനസിക സംഘർഷത്തിന് ശേഷം ചില മനുഷ്യരിൽ ഉടലെടുക്കുന്ന ഒരു മാനസിക പ്രശ്നമാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പോസ്റ്റ് ട്രോമാറ്റിക്, കടുത്ത ട്രോമയ്ക്ക് ശേഷം ഉണ്ടാകുന്ന മാനസിക സംഘർഷത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ അസുഖത്തെക്കുറിച്ച് പറഞ്ഞാൽ ഏതാണ്ട് 1-ാം ലോകമഹായുദ്ധത്തിലും 2-ാം ലോകമഹായുദ്ധത്തിലും ഒക്കെ പങ്കെടുത്ത് നാട്ടിലേക്ക് മടങ്ങിയ പട്ടാളക്കാർക്കിടയിൽ സംഭവിച്ച ചില മാനസിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ മാനസിക വ്യാധിയെക്കുറിച്ചും ഈ മാനസിക പ്രശ്നത്തെക്കുറിച്ചും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ കൂടുതൽ അന്വേഷണങ്ങളും കണ്ടെത്തലുകളും ഉണ്ടാകുന്നത്. ഇതിനെ ആദ്യകാലത്ത് ഷെൽ ഷോക്ക്, സോൾജിയേഴ്സ് ഹാർട്ട് എന്നൊക്കെയുള്ള പേരുകളിലാണ് വിളിച്ചിരുന്നത്. യുദ്ധാനന്തരം യുദ്ധത്തിന്റെ കടുത്ത മാനസിക സംഘർഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, ഷെല്ല് പൊട്ടുന്നത്, അല്ലെങ്കിൽ യുദ്ധത്തിൽ കൂടെ നിൽക്കുന്ന പട്ടാളക്കാരുടെ ശരീരം ചിതറിത്തെറിക്കുന്നത്, കടുത്ത മുറിവേൽക്കുന്നത്, മോശം സാഹചര്യത്തിലൂടെ കടന്നുപോയ കൈപ്പേറിയ ഓർമ്മകൾ, ഇതെല്ലാം തിരമാലകൾ പോലെ പട്ടാളക്കാരുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അതിനെ തുടർന്നാണ് ഇതേക്കുറിച്ച് വ്യാപകമായ പഠനങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നടന്നത്. അങ്ങനെയാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, സംഘർഷാനന്തര മാനസിക സംഘർഷ വ്യാധി, അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും കണ്ടെത്തലുകളും ചികിത്സയുമൊക്കെ കൂടുതൽ ശാസ്ത്രീയ മേഖലയിലേക്ക്, ആധുനിക ന്യൂറോ വിജ്ഞാനീയത്തിലേക്ക്, മനോരോഗ ചികിത്സയിലേക്കൊക്കെ കടന്നു വന്നത്. എന്താണ് യഥാർത്ഥത്തിൽ PTSD? കടുത്ത മാനസിക ആഘാതം ഏൽക്കാനിടയായവർ, പ്രകൃതി ദുരന്തങ്ങളോ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളോ നേരിട്ട് അനുഭവിച്ചവർ, അല്ലെങ്കിൽ നേരിട്ട് അനുഭവിച്ചവരെ കുറിച്ച് വിവരങ്ങൾ കേട്ടവർ, അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള വിവരണങ്ങൾ വായിച്ചറിഞ്ഞവർ, ഏതെങ്കിലും രീതിയിൽ ഈ ദുരന്തങ്ങളെ സംബന്ധിക്കുന്ന കാഴ്ചകളും ചിത്രങ്ങളും കണ്ട വ്യക്തികൾ, ഇങ്ങനെയുള്ളവരിലെല്ലാം സംഭവിക്കുന്ന ഒരു മാനസിക പ്രശ്നമാണ് PTSD അഥവാ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഈ ദുരന്തത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, മനസ്സിനെ ഭീതിതമാക്കുന്ന ചിന്തകൾ, കാഴ്ചകൾ എല്ലാം ഒരു ചലച്ചിത്രം പോലെ, തിരമാലകൾ പോലെ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. സാധാരണയായി ഇത് ദുരന്തം സംഭവിച്ച ഉടനെ തന്നെ ഇതിന്റെ ആദ്യ ലക്ഷണങ്ങൾ പ്രകടിതമാണ്. 3 ദിവസം മുതൽ 1 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഈ മാനസികാഘാത പ്രശ്നത്തിന് അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ എന്ന പേരാണ് നൽകപ്പെട്ടിരിക്കുന്നത്. എന്നാൽ 1 മാസം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ സാധാരണയായി ആരംഭിക്കുകയോ നീണ്ടു നിൽക്കുകയോ ചെയ്യുന്ന മാനസികാഘാത പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ദുരന്തത്തിന് ശേഷമുള്ള മാനസികാഘാത പ്രശ്നങ്ങളെ കുറിക്കുന്നതിനാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അഥവാ PTSD എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. വെള്ളത്തിൽ കുടുങ്ങി നിൽക്കുകയാണ്. ആരെങ്കിലും ഞങ്ങൾ രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. എന്താണ് PTSD രോഗികൾക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അവരുടെ മനസ്സിനെ കലുഷിതമാക്കുന്നത് എന്താണ്? എങ്ങനെയാണ് ഈ മാനസിക രോഗത്തെ നാം മനസ്സിലാക്കേണ്ടത്? സാധാരണയായി ഈ ദുരന്തത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിലേക്ക് പ്രത്യേകിച്ച് മുന്നറിയിപ്പൊന്നുമില്ലാതെ ഇടിച്ച് കയറി വരുന്നതാണ് ഈ രോഗത്തിന്റെ പ്രാഥമികമായ ലക്ഷണങ്ങളിലൊന്ന്. വേദന നിറഞ്ഞ ഓർമ്മകൾ. ഇപ്പോൾ മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉരുള് പൊട്ടി വരുന്നത് കണ്ടുനിന്ന മനുഷ്യരുണ്ട്.
അതുപോലെ ഉറക്കത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഉറ്റവരെ കൈപിടിച്ച് ഉയർത്താനുള്ള ശ്രമം പരാജയപ്പെട്ട് സ്നേഹിക്കുന്നവർ ദുരന്തത്തിൽ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഇത്തരം ചിത്രങ്ങൾ ദുരന്തത്തിൻ്റെ ഏറ്റവും ഭീതിതമായ ചിത്രങ്ങൾ. സ്വന്തം അധ്വാനം കൊണ്ടും കഷ്ടപ്പാടുകൊണ്ടും ഒക്കെ ഉണ്ടാക്കി തീർത്ത സമ്പത്തും സ്വന്തം മക്കളും ബന്ധുമിത്രാദികളും എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ ഓർമ്മകൾ അത് മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും. അനുവാദമില്ലാതെ പകൽ സമയത്തും രാത്രി സമയത്ത് സ്വപ്നങ്ങളായി, പലപ്പോഴും സ്വപ്നങ്ങൾ ഭീതി നിറച്ചു വെച്ചതായിരിക്കും. അതുപോലെ ഡിസോസിയേറ്റീവ് സിംറ്റംസ്, പലപ്പോഴും ഈ രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന വ്യക്തികൾക്ക് പരിസരത്തെക്കുറിച്ച് ചില സമയത്തുള്ള അവബോധം നഷ്ടപ്പെടും. താനൊരു വ്യക്തിയാണ്, താൻ യാഥാർത്ഥ്യത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള സ്വയം അവബോധം, സ്വന്തം ചുറ്റുപാടുകളെക്കുറിച്ചുള്ള അവബോധം, ഡീപേഴ്സണലൈസേഷൻ, ഡീറിയലൈസേഷൻ തുടങ്ങിയ വാക്കുകളിലാണ് മനോരോഗ വിജ്ഞാനീയം ഈ അവസ്ഥകളെ നിർവചിക്കുന്നത്. ഇങ്ങനെയുള്ള ഡിസോസിയേറ്റീവ് സിംറ്റംസ്. ചിലർക്കാകട്ടെ ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട പല പ്രധാനപ്പെട്ട ഓർമ്മകളും എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. ചിലർക്ക് സർവൈവേഴ്സ് ഗിൽറ്റ്, അതായത് താൻ മാത്രം അതിജീവിച്ചു, തൻ്റെ രക്തബന്ധുക്കളും മിത്രങ്ങളും മക്കളുമെല്ലാം നഷ്ടപ്പെട്ടു, എന്തിനാണ് ഞാൻ മാത്രമായിട്ട് അതിജീവിച്ചത്? സർവൈവേഴ്സ് ഗിൽറ്റ്, അതിജീവിച്ചവൻ്റെ കുറ്റബോധം. ഈ കുറ്റബോധവും ദുരന്തത്തെക്കുറിച്ചുള്ള ഓർമ്മകളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും സ്വപ്നവും തിരിച്ചറിയാൻ പറ്റാത്ത ഡിസോസിയേറ്റീവ് സിംറ്റംസ്, ഡീറിയലൈസേഷൻ, ഡീപേഴ്സണലൈസേഷൻ തുടങ്ങിയ അവസ്ഥകളുമെല്ലാം രോഗിയെ എത്തിക്കുന്നത് വളരെ വളരെ മോശമായ സാഹചര്യത്തിലാണ്. ഇതുമാത്രമല്ല, PTSDയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് അവോയ്ഡൻസ് അഥവാ ഒഴിഞ്ഞുമാറൽ. ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ, ഓർമ്മകൾ, അല്ലെങ്കിൽ ദുരന്തത്തെ ഓർമ്മിപ്പിക്കുന്ന വസ്തുക്കൾ, അതിനെ ഓർമ്മിപ്പിക്കുന്ന വ്യക്തികൾ, ഇവരെയെല്ലാം അവോയ്ഡ് ചെയ്യാനായി, ഒഴിവാക്കാനായുള്ള അബോധപൂർവമായ ഒരു ശ്രമം പലപ്പോഴും രോഗി കാണിച്ചുവെന്ന് വരാം. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് നെഗറ്റീവ് റൂമിനേഷൻസ്. എല്ലാത്തിനെക്കുറിച്ച് നെഗറ്റീവായ വിഷാദാത്മകമായ ചിന്തകൾ, പോസിറ്റീവ് അല്ലാത്ത ചിന്തകൾ രോഗിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. സന്തോഷത്തെ അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥ, എല്ലാത്തിലും നെഗറ്റീവായ പ്രസാദാത്മകമായ ഒന്നും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക്, മാനസിക സ്ഥിതിയിലേക്ക് രോഗികൾ സാവധാനം എത്തിച്ചേരും. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണമാണ് ഡിസ്റ്റോർഷൻസ് ഇൻ കോഗ്നിഷൻ ആൻഡ് നെഗറ്റീവ്. നമ്മുടെ യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് പതിയെ പതിയെ കടുത്ത വിഷാദാത്മകമായ അവസ്ഥയിലേക്ക് പല രോഗികളും എത്തിച്ചേർന്നേക്കാം. മറ്റൊരു കൂട്ടം ലക്ഷണങ്ങളാണ് സിംറ്റംസ് ഓഫ് എറൗസൽ. എന്താണ് ഈ സിംറ്റംസ് ഓഫ് എറൗസൽ? ഉറക്കത്തിനുണ്ടാകുന്ന നിർണായകമായ വ്യതിയാനങ്ങൾ. ചില ആളുകളിൽ കടുത്ത ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഫ്രാഗ്മെന്റഡ് സ്ലീപ്പ്, ഇടയ്ക്കിടയ്ക്ക് ഉറക്കം ഞെട്ടി എഴുന്നേൽക്കുന്ന അവസ്ഥ ഉണ്ടാവാം. ചിലരിൽ ഏകാഗ്രത അഥവാ കോൺസെൻട്രേഷൻ, അതിൻ്റെ അളവ് നന്നായി കുറഞ്ഞു പോകാം. മറ്റ് ചിലരിലാവട്ടെ സെൽഫ് ഡിസ്ട്രക്ഷൻ, തന്നെ നശിപ്പിക്കണം എന്നുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. ചിലരിലാവട്ടെ ഹൈപ്പർ വിജിലൻസ്, അതായത് അമിതമായി ജാഗരൂകരായിരിക്കുന്ന അവസ്ഥ. ഏത് നിമിഷവും ഞാനൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് എന്നുള്ള ചിന്ത. ഇങ്ങനെയുള്ള നിരവധി ലക്ഷണങ്ങളിലൂടെയാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഒരു വ്യക്തിയുടെ മനസ്സിനെ കീഴടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദുരന്തത്തെ അഭിമുഖീകരിച്ചിട്ട് സാധാരണയായി 1 മാസം മുതൽ 6 മാസത്തിനുള്ളിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങും. ഒരു 50% വ്യക്തികളിൽ 1 വർഷത്തിനുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ കുറഞ്ഞു തുടങ്ങും. എന്നാൽ ബാക്കി 50%-ൽ 1 വർഷം കഴിഞ്ഞതിന് ശേഷവും ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാം. ഇതുമാത്രമല്ല, ഈ PTSD രോഗികളിൽ കടുത്ത വിഷാദം അഥവാ മേജർ ഡിപ്രസീവ് ഡിസോർഡർ, താല്പര്യക്കുറവ്, ഇൻട്രസ്റ്റ് ഇല്ലായ്മ, കടുത്ത വിഷാദം, ആത്മഹത്യാ പ്രവണത, ഹെൽപ്ലെസ്നെസ് അഥവാ നിസ്സഹായ അവസ്ഥ, ഹോപ്പ്ലെസ്നെസ് അഥവാ പ്രതീക്ഷകളില്ലാത്ത അവസ്ഥ, വർത്ത്ലെസ്നെസ് അഥവാ കടുത്ത ആത്മവിശ്വാസക്കുറവ്, തന്നെ കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല എന്നുള്ള തോന്നൽ, ഡിക്രീസ്ഡ് സെൽഫ് എസ്റ്റീം, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളോട് കൂടിയ കടുത്ത വിഷാദം PTSD രോഗികളിൽ സർവ്വസാധാരണമാണ്. അതുപോലെ തന്നെ ചിലർ ആത്മഹത്യാ പ്രവണതയിലേക്ക്
സൂയിസൈഡാലിറ്റിയിലേക്ക് തെന്നി പോയേക്കാം അവരുടെ മനസ്സ്. അതുമാത്രമല്ല, വേറെ ചിലർ ലഹരി വസ്തുക്കളുടെ ഉപയോഗം, മദ്യപാനം, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇതിലേക്ക് കടന്നു. ഇങ്ങനെ ഒരു മാനസിക പ്രശ്നം മാത്രമല്ല, നിരവധിയായ മാനസിക പ്രശ്നങ്ങൾ PTSD ഉള്ള രോഗികളിൽ കണ്ടുവരുന്നു. എനിക്ക് തോന്നുന്നു വയനാടിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ മാനസികാരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള നിരവധി നടപടികൾ ദുരന്തത്തിന് ശേഷം നമ്മുടെ സർക്കാർ എടുക്കുകയുണ്ടായി. നിരവധി മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനവും മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ദിവസങ്ങളോളം മാസങ്ങളോളം ലഭിച്ചിരുന്നു. ഇപ്പോഴും അത് ഏറിയും കുറഞ്ഞും ലഭിക്കുന്നു. പക്ഷെ ഇപ്പോൾ ദുരന്ത സ്ഥലത്ത് നിന്ന് ആളും ആരവും ഒഴിഞ്ഞു കഴിഞ്ഞു. അവിടെ നിന്ന് വേര് പറഞ്ഞു പോയ മനുഷ്യർ, സ്വന്തം വീടും കുടിയും നഷ്ടപ്പെട്ട മനുഷ്യർ, ബന്ധുമിത്രാദികളെ നഷ്ടപ്പെട്ട, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മനുഷ്യർ ജില്ലയുടെ പല ഭാഗത്തേക്കും പുനരധിവാസത്തിനായി അവരെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. വയനാടിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇപ്പൊ ദുരന്തം കഴിഞ്ഞിട്ട് നിരവധി മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ദുരന്ത മേഖലയിൽ നിന്ന് ആളും ആരവും ഒഴിഞ്ഞിരിക്കുന്നു. ദുരന്തമുണ്ടായ ഉടനെ തന്നെ ദുരന്തബാധിതരുടെ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരുടെ മാനസികാരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള നിരവധി നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. നിരവധി മാനസികാരോഗ്യ പ്രവർത്തകരുടെ, മാനസികാരോഗ്യ വിദഗ്ധരുടെ, സൈക്യാട്രിസ്റ്റുകളുടെ സേവനം ദുരന്ത മേഖലയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ നേതൃത്വത്തിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. പക്ഷെ ഇപ്പോൾ ദുരന്ത മേഖലയിൽ നിന്ന് ദുരന്ത ബാധിതര് ജില്ലയുടെ പല ഭാഗത്തേക്കായി ചെതറിപ്പോയിരിക്കുന്നു. അവർ പലയിടത്തും ചെറിയ ഗ്രൂപ്പുകളായിട്ട് പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് താമസിച്ചു വരുന്നു. ഇപ്പോഴാണ് പലരിലും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന്റെ ചില ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. അത് മുതിർന്നവരിൽ മാത്രമല്ല, കുട്ടികളിലും അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. യഥാർത്ഥത്തിൽ ഈ ദുരന്തം കഴിഞ്ഞ് അതേക്കുറിച്ച് സമൂഹ മനസാക്ഷിയുടെ ശ്രദ്ധ അതിൽ നിന്നും മാറിക്കഴിഞ്ഞതിന് ശേഷവും ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തുടരുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, മണ്ണിനും മനുഷ്യനും മാത്രമല്ല, മനുഷ്യ മനസ്സുകൾക്കും യഥാർത്ഥത്തിൽ ഒരു പുനരധിവാസം ആവശ്യമാണ്. എങ്ങനെയാണ് ഈ PTSD രോഗികളെ, ഈ മാനസികാഘാത പ്രശ്നമുള്ളവരെ നാം ചികിത്സിക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് സഹായം എത്തിക്കേണ്ടത്? അവർക്ക് വൈദ്യശാസ്ത്രപരമായ സഹായം ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ, വിഷാദ വിരുദ്ധ ഔഷധങ്ങൾ, SSRI, സെലക്റ്റീവ് സെറാറ്റോണിൻ റിയപ്റ്റേക്ക് ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ചില ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ചികിത്സ, അതുപോലെ സൈക്കോതെറാപ്പി, സപ്പോർട്ടീവ് സൈക്കോതെറാപ്പി, അവരെ സഹായിക്കുന്ന ചില സൈക്കോതെറാപ്പികൾ, ചില കൗൺസിലിംഗ് രീതികൾ, ഇതെല്ലാം ഇവർക്ക് ആവശ്യമാണ്. അതുപോലെ അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതാണ്, അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തും. അതുപോലെ തന്നെ പ്രധാനമാണ് അശാസ്ത്രീയമായ ചികിത്സാ രീതികളിൽ നിന്ന് അവരെ സംരക്ഷിക്കുക എന്നുള്ളത്. പലപ്പോഴും ഇതുപോലൊരു ദുരന്തം വരുന്ന സമയത്ത് കൃത്യമായ ട്രെയിനിങ്ങോ പരിശീലനമോ ഇല്ലാതെ ചില മാനസികാരോഗ്യ പ്രവർത്തകർ ഇവരെ കൊണ്ട് ഡീബ്രീഫിംഗ് നടത്തിക്കാറുണ്ട്. ഈ ദുരന്തത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയിക്കും. ഇങ്ങനെ തുടർച്ചയായിട്ട് ഇതേക്കുറിച്ച് വെന്റിലേറ്റ് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ഡീബ്രീഫ് ചെയ്യിക്കുന്നത് യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തേക്കാം. അവരിൽ പലപ്പോഴും ചില ഓർമ്മകളും ചില ചിത്രങ്ങളും രൂഢമൂലമാകുന്നതിനും അത് PTSD പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് അവരെ നയിക്കുന്നതിനും കാരണമാകാം. ഈ ദുരന്ത മേഖലയിൽ മാത്രമല്ല, വയനാട് ജില്ലയുടെ പല ഭാഗത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ട മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. ഈ ദുരന്തത്തിൽ മരിച്ചുപോയവരുടെ അല്ലെങ്കിൽ അകപ്പെട്ടവരുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും അവർ താമസിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ. അവർക്കുണ്ടായ പ്രശ്നങ്ങൾ, കടുത്ത വിഷാദം, അതുപോലെ ബന്ധുമിത്രാദികൾ മരിച്ചതിനെ തുടർന്നുണ്ടായിട്ടുള്ള പെത്തോളജിക്കൽ ഗ്രീഫ്, അതായത് ഒരാളുടെ മരണശേഷമൊക്കെ ഉണ്ടാകുന്ന ഒരു കടുത്ത വിഷാദത്തിൻ്റെതായ, നഷ്ടപ്പെടലിൻ്റെതായ മാനസികാവസ്ഥ. അതുപോലെ ഈ ദുരന്തവുമായിട്ട് നേരിട്ട് ഒരു രീതിയിലും ബന്ധപ്പെടാത്ത ചില വ്യക്തികൾ, ഈ ദുരന്തത്തെക്കുറിച്ചുള്ള തുടർച്ചയായ വാർത്തകൾ ഇങ്ങനെ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. രാപകലില്ലാതെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ തുടർച്ചയായി അന്ന് വാച്ച് ചെയ്ത ഒരുപാട് വ്യക്തികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. അതുപോലെ നിലവിൽ വിഷാദം, ബൈപ്പോളാർ അഥവാ ഉന്മാദ വിഷാദ രോഗം പോലെയുള്ള അസുഖങ്ങൾക്ക് ചികിത്സ എടുക്കുന്ന വ്യക്തികളിൽ
ഈ ദുരന്തത്തെക്കുറിച്ചുള്ള വാർത്തകൾ സൃഷ്ടിച്ച മാനസികാഘാതം പലപ്പോഴും ഒരു റിലാപ്സിന് അല്ലെങ്കിൽ വീണ്ടും അസുഖത്തിൻ്റെ വർധനവിന് കാരണമായിട്ടുണ്ട്. ഇങ്ങനെ നിരവധി മാനങ്ങളുള്ള ഒരു പ്രശ്നമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല മേഖലയിലുണ്ടായ ദുരന്തത്തെ തുടർന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായത്. ഇത് നമ്മളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വലിയ അവബോധവും അതുപോലെ തന്നെ മാനസികാരോഗ്യം എന്നത് എത്രമാത്രം പ്രധാനമാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ ചിന്തകളും കൂടുതലായി വർദ്ധിപ്പിക്കുന്നതിന് വലിയൊരളവ് വരെ കാരണമായിട്ടുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നാം പൊതുവായി പറയുമ്പോൾ പലപ്പോഴും അതിൻ്റെ ശാസ്ത്രീയ വശത്തെക്കുറിച്ച് സാമാന്യ ജനങ്ങൾ കൂടുതൽ ചിന്തിക്കാറില്ല. യഥാർത്ഥത്തിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നത് മസ്തിഷ്ക രോഗങ്ങളാണ്. നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന, നമ്മുടെ തലച്ചോറ് നിർമ്മിതമായിരിക്കുന്നത് ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങൾ കൊണ്ടാണ്. ഈ നാഡീകോശങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന നിരവധി രാസത്വരകങ്ങളുണ്ട്, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുണ്ട്. സെറാട്ടോണിൻ, ഡോപ്പമീൻ, നോറഡ്രിനാലിൻ എന്നൊക്കെയാണ് അവ അറിയപ്പെടുന്നത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അളവിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഘടനാപരമായി വരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ജനിതകമായി കിട്ടുന്ന ചില വ്യതിയാനങ്ങൾ, ജനറ്റിക് ഓൾട്ടർനേഷൻസ് അല്ലെങ്കിൽ ജനറ്റിക് പ്രെഡിസ്പോസിഷൻ തുടങ്ങിയ വാക്കുകളിലൊക്കെ നമുക്കത് സൂചിപ്പിക്കാം. പലപ്പോഴും ജന്മനാൽ തന്നെ മാനസിക ആഘാത പ്രശ്നങ്ങൾ ഉണ്ടാകാനായി നമ്മളിൽ പലരും ജനിതകമായി പരുവപ്പെട്ടവരാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇത്തരം ദുരന്തങ്ങൾ അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നഭരിതമായ സാഹചര്യങ്ങളിലേക്ക് അവർ കടന്നു വരുമ്പോൾ അവരിൽ വളരെ പെട്ടെന്ന് മാനസികാഘാത പ്രശ്നങ്ങൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ജനറ്റിക് വൾണറബിലിറ്റി അഥവാ ജനിതകമായ വ്യതിയാനങ്ങൾ പേറുന്നവർ വളരെ പെട്ടെന്ന് മാനസിക പ്രശ്നങ്ങളിലേക്ക് പോയേക്കാം. അതുകൊണ്ടാണ് ഒരു ദുരന്തം വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും ഈ പ്രശ്നങ്ങൾ വരാത്തത്. ഒരു നിശ്ചിത ശതമാനം വ്യക്തികളിലാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഇവരുടെ ഈ ദുരന്തബാധിതരുടെ നേരിട്ടോ അല്ലാതെയോ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട മനുഷ്യ മനസ്സുകൾക്ക് വലിയൊരു പുനരധിവാസം ആവശ്യമാണ്. അതിന് തികച്ചും ശാസ്ത്രീയമായ, പ്രായോഗികമായ, സാമ്പത്തികമായ, സാമൂഹ്യമായ പരിഹാരങ്ങൾ ഇന്നത്തെ സാഹചര്യങ്ങൾ ആവശ്യപ്പെടും.